ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ട് വന്ന പ്രസ്ഥാനമാണ്. 0 സീറ്റ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പരിശോധന എങ്ങനെ വേണം, ഏത് രൂപത്തിൽ വേണം, ഏതെല്ലാം പരിശോധിക്കണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല. നിങ്ങളുടെ ആ രീതിയാണോ ഇന്ന് ഒരു രാഷ്ട്രീയ വേദിയിൽ വെച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരോഹിതനെതിരെ ഉണ്ടായ പരാമർശം? നിങ്ങളുടെ ആ രീതിക്ക് അനുസരിച്ചാണോ എന്ന് ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ രീതിയാണ്, പക്ഷെ രീതി ശരിയാവണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടിക്കരുത്. പുരോഹിതൻ പറഞ്ഞ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ വെച്ച് ആ പുരോഹിതന് മുഖ്യമന്ത്രി മറുപടി കൊടുത്തു. അതനുസരിച്ച് അതിനെ കണ്ടാ മതി. ആ പുരോഹിതൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും വ്യക്തിയധിക്ഷേപമുണ്ടോ? അത് ഉത്തരം പറ. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരാളാണ് എന്ന് പറഞ്ഞോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശം നടത്തിയോ? എന്തോ എക്സ്ക്യൂസ് മീ, പുരോഹിതന്മാരിൽ ഇങ്ങനെയുള്ളവരും ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. അതിനെ കണ്ടാ മതി. അല്ല, എന്താണ് ഒരു പുരോഹിതൻ പറഞ്ഞത്? ഈ പ്രളയം ഉണ്ടാകുന്നത് എപ്പോഴും ഉണ്ടാകില്ല, കിറ്റ് രാഷ്ട്രീയം എപ്പോഴും ചെലവാകില്ല എന്നാണ് ഒരു പുരോഹിതൻ പറഞ്ഞത്. പുരോഹിതന്മാരിൽ ഇങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളതല്ല, പുരോഹിതന്മാരിലുള്ള ഇന്നയാൾ ഇന്ന തരത്തിലുള്ള ആളാണ് എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരു പരാമർശം പാടുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക നോർമലി, അല്ലേ? ഈ പദവിയിലിരിക്കുന്ന ആള് ഒരുപാട് ആരോപണങ്ങൾ ഒരു വസ്തുതയുമില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ അടക്കം ആരോപിച്ച സാഹചര്യം നിരവധി ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഈ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും നിങ്ങൾ തെറ്റാണെന്ന് ഒരു വാക്ക് ഇപ്പോൾ ചോദിക്കുന്ന ഭരണവിരുദ്ധ വികാരം ബി.ജെ.പിക്ക് ഇന്ധനമായോ എന്നാണ് ചോദിക്കുക. അല്ലാതെ ഭരണവിരുദ്ധ വികാരം ബി.ജെ.പിക്ക് ഇന്ധനമായി എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല നടത്തുക. ആ സ്റ്റേറ്റ്മെന്റ് നടത്താതിരിക്കാനുള്ള വകതിരിവ് ഉണ്ടാകുന്നിടത്ത് തിരുത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റുകളല്ല. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അത് സ്റ്റേറ്റ്മെന്റ് നടത്തില്ല എന്ന് പറഞ്ഞില്ല. ഉത്തമ ബോധ്യമുള്ളയിടത്ത് സ്റ്റേറ്റ്മെന്റ് നടത്താറുണ്ട്, അവിടെ പിഴച്ചാൽ തിരുത്താറുണ്ട്. ഉത്തമ ബോധ്യമുള്ളയിടത്ത് സ്റ്റേറ്റ്മെന്റ് നടത്താറുണ്ട്. ഒരു ചോദ്യചിഹ്നം അല്ലല്ല ഒരു ചോദ്യചിഹ്നം ഇങ്ങ് ഇട്ടു എന്ന് പറഞ്ഞ് എന്ത് ആരോപണം ഉന്നയിക്കാം എന്നുള്ള ലൈസൻസ് ചോദ്യചിഹ്നമിട്ട ആരും ആരോപണം ഉന്നയിക്കില്ല. ചോദ്യചിഹ്നമിട്ട ആരും ആരോപണം ഉന്നയിക്കില്ല. ചോദ്യചിഹ്നമിട്ടാൽ ചോദ്യമാണ്, ആരോപണമല്ല. ചോദ്യചിഹ്നമിട്ടാൽ അത് ചോദ്യമാണ്. അഡ്വക്കേറ്റ് കെ. സരൺകുമാർ, ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചാൽ കോടതികൾ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ആവർത്തിക്കുകയാണ് മാധ്യമധർമ്മം. അതാണ് പണി, അതാണ് തൊഴിൽ. ചെയ്യും, ഇനിയും ചെയ്യും. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രിവിലേജും ഇല്ല. അവകാശം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ലില്ല. പറയാത്ത കാര്യം പറഞ്ഞില്ല, പറയാത്ത കാര്യം പറഞ്ഞില്ല. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ. പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചാൽ അതൊരു ചോദ്യമായി ഉന്നയിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ തൊഴിലാണ്, ജോലിയാണ്. ചോദിക്കും, ചെയ്യും. നിങ്ങൾക്ക് എന്തിനാണ് മനസ്സുള്ളത്? മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല് പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നിങ്ങൾക്ക് എന്തിനാണ് മനസ്സുള്ളത്? ഈ ചോദ്യം അരുൺകുമാറിന്റെ ഈ പ്രകോപനത്തിന്റെ കാരണം എന്താണെന്ന് അഡ്വക്കേറ്റ് കെ. സരൺകുമാറും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും അറിയാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പരാമർശം ഇതാണോ നിങ്ങളുടെ തിരുത്ത്, നിങ്ങളുടെ രീതി എന്ന് ചോദിച്ചത് മറുപടി പറയാതിരിക്കാനുള്ള കുറുക്കൻ ബുദ്ധി. കേട്ടോ, ആ അഭ്യാസം അവിടെയും വെച്ചാൽ മതി. ആ അഭ്യാസം അവിടെയും വെച്ചാൽ മതി. ഇനിയും ചോദിക്കും, അതിലൊരു തർക്കവും വേണ്ട. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ, ഇന്ന് തീർക്കും ഞാൻ. അരുൺകുമാറിന്റെ കയ്യിലുള്ള അഭ്യാസം അരുൺകുമാർ അവിടെ വെച്ചാൽ മതി. ഇവിടെ ചെലവാകില്ല. ഇവിടെ ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. ചോദ്യം ചോദിക്കണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം.
ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ചോദ്യം ചോദിക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നിട്ട് ഓംബ്രായ മോശാലിസിനേക്കാൾ വേറെ ആളെ നോക്കിയാൽ മതി. ഇവിടെ ഇല്ല ഉണ്ടാവുകയുമില്ല. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നിടത്ത് അങ്ങനെ ഒന്ന് വഴിപ്പെട്ട് നിൽക്കാൻ അല്ല, ഒരു ചോദ്യം ചോദിക്കുന്നിടത്ത് അതൊന്ന് പരിശോധിക്കാമെന്ന തീരുമാനമെടുക്കാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ജനം നൽകിയ മറുപടി 4 ആയി മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് ഇവിടെ ആരാധനായ ഒരു മനുഷ്യനെ വിളിക്കാനുള്ള ഉത്തരവാദിത്ത ബോധം നിങ്ങൾ കാണിക്കില്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഒരു മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ല. അല്ല, നിങ്ങൾക്ക് മാധ്യമങ്ങളോടല്ല, നിങ്ങൾക്ക് ആരോടുമില്ല. നിങ്ങൾക്ക് ആരോടുമില്ല എന്ന് നിങ്ങൾ അനുദിനം തെളിയിക്കുകയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഈ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദധാരാവലിയിലെ പരാമർശങ്ങൾ എത്ര നിങ്ങൾ എടുത്തുപയോഗിച്ചു? നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് കിട്ടി? ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാനൊന്ന് പറയട്ടെ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പ്രേമചന്ദ്രനെ നിങ്ങൾ അങ്ങനെ വിളിച്ചപ്പോൾ ചില പരാമർശങ്ങൾ നടത്തിയപ്പോ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൊടുത്തത്. 1.5 ലക്ഷം വോട്ടിന്റെ ഒന്നും കൂടി വിളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അപ്പൊ അതിനൊരു തീരുമാനമായി.